നമ്മുടെ ട്രാവൽ സീരീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേടിക്കേണ്ട ഉണ്ണി അതേ ചാനൽ തന്നെയാണ്. ഞാൻ പേരിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് പരിചയക്കാരില്ല, ടാക്സി എടുക്കുന്നില്ല, കാർ റെൻറ്റിന് എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. എന്നാൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്. ഞങ്ങളെപ്പോലെയാണ് നിങ്ങളെങ്കിൽ ദെൻ ദിസ് ഇസ് എ വീഡിയോ ഫോർ യു. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് പാരീസിൽ. വെതർ ഭയങ്കര മോശമാണ്, ഭയങ്കര ക്ലൗഡിയാണ്, റെയിനിയാണ്. അപ്പം പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങളിന്ന് പാരീസ് ഒരു ക്രൂസ് എടുത്തിട്ട് പിന്നെ പാരീസ് സിറ്റിക്കകത്തുനിന്ന് കറങ്ങിയിട്ട് പിന്നെ ബെൽജിയം പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയില്ല. ബെൽജിയത്തിൻ്റെ പ്ലാൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബെൽജിയം പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വെതർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഒരു മെട്രോയിൽ ഇരിക്കുവാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഐഫിൾ ടവർ കണ്ടിരുന്നു, നൈറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ലൈറ്റിങ്ങും ഇതൊക്കെ നൈറ്റ് പോയി കണ്ടിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പകലെങ്ങനെയാണ്, ഡേ ലൈറ്റിൽ എങ്ങനെയാണ്, പിന്നെ ഒരു ക്രൂസ് എടുക്കുന്നുണ്ട്, ഒരു ഡേ ക്രൂസ്, സീൻ റിവർ ക്രൂസ് എടുക്കാൻ പ്ലാനുണ്ട്. നമുക്ക് ഒന്ന് വെതർ ഒന്ന് കണ്ടിട്ട് വരാം. മോർണിംഗ് ഞങ്ങൾ എണീച്ചപ്പോഴേക്കും തന്നെ നല്ല റെയിനിയും ക്ലൗഡിയൊക്കെയാണ്. ഇച്ചിരി സണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലതായിരുന്നു. ഞങ്ങളിപ്പോൾ ആറിയെന്ന് പറഞ്ഞിട്ടൊരു മെട്രോയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കയറിയ സ്റ്റേഷനിൽ നിന്ന് തന്നെ, ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ടിക്കറ്റ് എടുത്തിരുന്നു. ഇത് നമുക്ക് ഇവിടുത്തെ മെട്രോ പിന്നെ ബസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ കണ്ടിടത്തോളം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിലൊക്കെ എടുക്കാമെങ്കിലും, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ മോസ്റ്റ്ലി ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. ഈവൻ നമ്മൾ ബസ്സിൽ കയറിയാലും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഒന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്ത റൂമായിപ്പോയി. അത് ചെറിയൊരു മണ്ടത്തരമാണ് കാണിച്ചത്. കാരണം സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് 1 hour ട്രാവലും 3 ചേഞ്ചസും ഉണ്ട്. പാരീസ് മെയിൻ സിറ്റി അട്രാക്ഷനിലേക്കൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് ഇച്ചിരി ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നിയത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ടാക്സി എടുത്താലും 41 euros ഒക്കെയാണ് വൺ സൈഡ് സിറ്റിയിലേക്കൊക്കെ പോകാനായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടൈമും ഇതേ സെയിം ടൈം. ഇപ്പോൾ 1 hour ആണെങ്കിൽ ടാക്സിക്ക് 54 minutes ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 5 minutes 6 minutes ഡിഫറൻസേ ഉള്ളൂ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മെട്രോയും ഇവിടുത്തെ ട്രാമും ബസ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ മെട്രോയിലും ബസ്സിലും ഒക്കെ കയറിയപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ നൈറ്റ് 11-12 വന്നപ്പോൾ തന്നെ ഫുള്ളി ക്രൗഡഡ് ആണ്. പിന്നെ അത് ടൂറിസ്റ്റുകളല്ല, ഇവിടുത്തെ കോമൺ പീപ്പിൾ തന്നെയാണ്. അവർ വർക്ക് കഴിഞ്ഞ് വരുന്നതും ഒക്കെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ട്രെയിനിൽ കയറിയാലും ട്രാമിൽ കയറിയാലും അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പം ഇവരുടെ പ്ലേസസിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്നാലും അവർ നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ആവുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ചിലയിടത്തെങ്കിലും ഇംഗ്ലീഷിലുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞത് നമുക്ക് ഏത് ടൈമിൽ വന്നാലും ട്രെയിൻ കിട്ടും. അതാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ബെഡ്ഫോർഡ് ആണെങ്കിൽ നൈറ്റിലൊക്കെ നമുക്ക് ബസ് സർവീസൊക്കെ പൊതുവെ കുറവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എപ്പോൾ വന്നാലും, ഇപ്പോൾ ഞങ്ങൾ കുറേ ടൈം ഇട്ട് നോക്കിയിരുന്നു, എപ്പോൾ വന്നാലും നമുക്ക് കണക്ഷൻ ബസ്സും ഇതിലേക്കൊക്കെ സിറ്റിയിലേക്ക് പോകാനുള്ള ട്രാമും ട്രെയിനും ഒക്കെ നല്ല ഇതായിട്ട് നല്ല ഫ്ലെക്സിബിളാണ്. നമ്മൾ ഏത് ടൈമിൽ വന്നാലും, മിഡ് നൈറ്റിൽ വന്നാലും നമുക്ക് കിട്ടും. വെതറാണ് കുറച്ച് നമ്മളിന്ന് ചതിച്ചത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കുറച്ചൊന്ന് ഇപ്പോൾ ഈവൻ ദോ ക്ലൗഡി ആണെങ്കിലും ഒരു ഇച്ചിരി
റെയിൻ ഇല്ലാത്തൊരു വെതർ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഐ നോ ദിസ് ഇസ് നോട്ട് ദ ബെസ്റ്റ് സീസൺ ടു വിസിറ്റ്, ബട്ട് നമുക്ക് ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചീപ്പായിട്ട് നമ്മൾ ഒരു കൺട്രി കാണണമെങ്കിൽ സീസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോട്ടൽസ് ആയാലും ഫ്ലൈറ്റ് ആയാലും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാരീസിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ്. ഇപ്പം നമ്മളൊരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഇവിടെ നിന്നും ഇനി 2-3 സ്റ്റേഷനും കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, ഞങ്ങളെങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തതെന്നുള്ളത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഐഫിൾ ടവറിലേക്ക് 1 hour 5 minutes ആണ് ഡ്യൂറേഷൻ കാണിച്ചത്. ടാക്സി എടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ടൈം തന്നെയാണ്, 54 minutes ആണ് കാണിച്ചത്. ടാക്സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 minutes നടന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ഗ്രാഡി ഡേ ബ്ലാങ്ക് മെൻസിൽ എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് ബസ് കയറിയത്. ലേ ബ്ലാങ്ക് മെൻസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഇവരുടെ തന്നെ മെയിൻ റെയിൽ സ്റ്റേഷനാണ് ഈ ഗ്രാഡി ഡി ബ്ലാങ്ക് മെൻസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിലേക്ക് സെയിൻറ്റ് മൈക്കിൾ നോട്രി ഡാം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് ഇറങ്ങിയത്. സെയിൻറ്റ് മൈക്കിൾ നോട്രി ഡാമിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ട്രാൻസ്ഫറാണ്, അതായത് നിങ്ങളൊരു ബി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് തിരിച്ചിറങ്ങിക്കഴിയുമ്പോൾ സി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എത്തും. ആ സി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു മെട്രോ എടുക്കുക, ഒരു ട്രെയിൻ എടുക്കുക ടു ചാം ഡി മാർസ് ഐഫിൾ ടവർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക്. അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇനി ടിക്കറ്റ് റേറ്റ് വരുന്നത്, ഞങ്ങൾ ലേ ബ്ലാങ്ക് മെൻസിൽ എന്ന് പറഞ്ഞ റെയിൽ സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. റിട്ടേൺ, അതായത് പോയി തിരിച്ചു വരാൻ ഞങ്ങൾക്ക് 2 പേർക്കായത് 20 euros ആണ്. 2 ടൈപ്പ് ടിക്കറ്റ്സ് ആണുള്ളത്. എനിക്ക് മനസ്സിലായിടത്തോളം നിങ്ങൾക്ക് പാരീസ് സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് ടിക്കറ്റ് വേണം. പാരീസ് സിറ്റിയുടെ പുറത്ത് അത് സബർബ്സിൽ ട്രാവൽ ചെയ്യാനായിട്ട് വേറൊരു ടൈപ്പ് ടിക്കറ്റാണ് വേണ്ടത്. നിങ്ങൾ പാരീസ് സിറ്റിക്കകത്ത് ഏതെങ്കിലും ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്നോ മെട്രോ സ്റ്റേഷനിൽ നിന്നോ ഒരു ടിക്കറ്റ് എടുത്തു, അത് 90 minutes ആണെന്ന് തോന്നുന്നു. 90 minutes വരെ നിങ്ങൾക്ക് വാലിഡ് ആണ്. അപ്പം സിറ്റിക്കകത്തുള്ള ബസ്സസും ട്രെയിൻസും മെട്രോസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾ സബർബ്സിലാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സബർബിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുക, ഇപ്പോൾ ഇൻ കേസ് ബസ് റൂട്ട്സ് ഉണ്ടെങ്കിൽ ബസ്സസിൽ ടിക്കറ്റ് എടുക്കുക. കാരണം മെട്രോസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബസ് യൂസ് ചെയ്യുന്നത് ചീപ്പറായിരിക്കും. അതൊന്നൊന്നൊരു വണ്ടർ തന്നെയായിരുന്നു. ഞങ്ങൾ ഈ ചാം ഡി മാർസ് ഐഫിൾ ടവർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു സ്റ്റെപ്പുണ്ട്, ഒരു 6-7 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറുമ്പം തന്നെ നമുക്ക് ഐഫിൾ ടവറിൻ്റെ ടോപ്പ് കാണാം. ഞങ്ങൾ ഓക്കെ, അപ്പം ഒരു ഹൈറ്റുള്ളൊരു ടവറാണ്, കുറച്ചങ്ങോട്ട് നടക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നടന്നു. റൈറ്റിലേക്ക് പോകുമ്പം തന്നെ ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൽ ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ദാ നിൽക്കുന്നു ഐഫിൾ ടവർ. വേൾഡ് വണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടർ അടിച്ച് നിൽക്കുന്നതിനാണോ വേൾഡ് വണ്ടർ എന്ന് പറയുന്നത്? രാത്രിയിലെ കാഴ്ചയാണ് എൻ്റെ മോനെ, ആ ലൈറ്റിംഗ് ഒക്കെ കാണേണ്ടതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാത്രിയിലുള്ള ഐഫിൾ ടവർ തന്നെയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം തന്നെയായിരുന്നു ഐഫിൾ ടവർ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പോയി കാണാം. അതിനുള്ള എസ്കലേറ്ററും ടിക്കറ്റ്സൊക്കെ നിങ്ങൾക്ക് താഴെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടോപ്പിൽ പോയിട്ട് ഫുൾ പാരീസ് സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐഫിൾ ടവറിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആയി തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.